മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ദാണ്ടിരിക്കുന്നു. സിംഹാസനമില്ല, വീൽ ചെയർ ആണെന്നേ ഉള്ളൂ. നിങ്ങളെയും നിങ്ങളുടെ ഭാര്യയും കാണാനുള്ള മടി കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ എന്തിനാ വീണ്ടും എന്നെ ശല്യം ചെയ്യാനായിട്ട് പിന്നാലെ വരുന്നത്? നിന്നെ ശല്യം ചെയ്യാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഈ നിൽക്കുന്നത് മഹിയുടെ സ്വന്തം മുത്തശ്ശിയൊന്നുമല്ല. നിന്റെ അച്ഛൻ മഹിയുടെ സ്വന്തം അച്ഛനുമല്ല. എന്നാ ഇവിടെ അയാൾക്കൊരു അമ്മയുണ്ട്, സ്വന്തം എന്ന് പറയാൻ. ആ അമ്മയെ അയാൾക്ക് കാണണം തോന്നിക്കഴിഞ്ഞാ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കേണ്ടത് എന്റെ കടമയാ. ഇനി ഇവിടുന്ന് മോളെ ഓടിക്കാനായിരിക്കും ഒരുത്തിയെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഇവിടുന്ന് അങ്ങനെ ഇവളെ ഓടിക്കാൻ മറ്റാർക്കും പറ്റില്ലല്ലോ. ചേടാ, എടാ, നിന്റെ ഭാര്യയ്ക്ക് അവളുടെ അമ്മയെ കാണണമെങ്കിൽ കൂട്ടിക്കൊണ്ട് പൊക്കോ. സ്വന്തം തറവാട്ടിലേക്കോ അല്ലെങ്കിൽ ഇഷ്ടം പോലെ വീടും വില്ലകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയല്ലേ, അങ്ങോട്ട് കൊണ്ടുപോടാ. എന്നിട്ട് രാവിലെ ഉറക്കം എണീക്കുമ്പോ രണ്ടാളും കൂടെ അവളെ കണി കണ്ടോ. അവളെ നിത്യേന കാണുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം കട്ട പുകയായിരിക്കുക. മഹി ഇവിടെ ഉള്ളപ്പോഴും നിങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. മഹിയെ കാഴ്ച കണ്ട അന്നത്തെ ദിവസം ഇല്ലാതാകുമെന്ന്. എന്നാ കേട്ടോ, അയാൾ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എന്നും അയാളെയാണ് ഞാൻ കാഴ്ച കാണുന്നത്. അതിന്റെ പുരോഗതി എനിക്കുണ്ട്. അയാളെ എന്റെ കമ്പനിയുടെ ഭാഗമാക്കിയ ശേഷം എന്റെ ബിസിനസിനും പുരോഗതിയുണ്ട്. ഓ, അവന്റെ ഒരു ബിസിനസ് എന്തോന്നിന്, ആർക്കു വേണ്ടിയാ? കോടികളുടെ ആസ്തിയുണ്ട്. പക്ഷേ അസ്ഥിയായി കഴിയുമ്പോ ആ അസ്ഥി കൊണ്ടുപോയി ഒഴുക്കി കളയാൻ ഒരവകാശം ഇല്ലല്ലോടാ കണ്ണ നിനക്ക്. അങ്ങനെയുള്ളവരൊക്കെ ആകാശം മുട്ട വളർന്നിട്ട് ഒരു കാര്യമില്ല. എനിക്കിപ്പോ സ്നേഹിക്കാൻ ഒരു ഭാര്യയുണ്ട്. എന്റെ അടുത്ത് എനിക്ക് താങ്ങും തണലുമായി ഒരു ഭാര്യ. എടാ, ആ തണൽ മരം എന്നെങ്കിലും ഒരിക്കലും മറിഞ്ഞു വീഴും നിന്റെ ദേഹത്തേക്ക്. അന്ന് നീ അതിന്റെ ഉള്ളിൽ കിടന്ന് ഞെരിഞ്ഞ് അമരുമ്പോഴായിരിക്കും ഈ പറഞ്ഞതൊക്കെ തെറ്റായി പോയി എന്ന് നീ ചിന്തിക്കുന്നത്. കണ്ണ മോളെയും കൂട്ടി ഇവിടേക്ക് വരുമ്പോ കുറച്ചുകൂടി മാന്യമായിട്ട് അമ്മയ്ക്ക് സംസാരിച്ചൂടെ? എന്തിനാ മാന്യമായിട്ട് സംസാരിക്കുന്നേ? ഇങ്ങേരുടെ തറവാടുമായിട്ടുള്ള എല്ലാ ബന്ധവും അറുത്ത് മാറ്റിയിട്ടാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇനി ഉണ്ണിയേട്ടനെന്ന് പറയാൻ ദേ ഈ താലി മാത്രമേ എന്റെ കഴുത്തിലുള്ളൂ. അതും വേണമെങ്കിൽ അഴിച്ചു വെക്കാം. എന്നിട്ട് ഞാൻ ബന്ധവും ഒഴിയാം. എന്നാലും എനിക്കിനി ദേ ഇയാളുടെയും ഇവളുടെയും മുഖം കാണാൻ വയ്യ. അങ്ങനെങ്കിലേ ഞങ്ങൾ വരുമ്പോ നീ മുഖം പൊത്തിപ്പിടിച്ചാ മതി. ഇവൻ കെട്ടുന്നതിന് മുമ്പ് നീ എന്റെ മോളുടെ നേർക്ക് നേരെ നിന്ന് ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ നിന്നെ വെട്ടിക്കണ്ടിച്ച് നിന്റെ തള്ളയുടെ മുന്നിലോട്ട് ഇട്ട് കൊടുത്താനെ. അന്നൊക്കെ പൂച്ചയെ പോലെ പമ്മി പമ്മി ഇരുന്നിട്ട് നല്ലൊരു ബന്ധം കിട്ടിയപ്പോ നീ എന്റെ കുഞ്ഞിന്റെ നേരെ കണ്ണുരുട്ടുന്നോടി. എന്റെ കുഞ്ഞിനെ കൊച്ചാക്കാൻ നോക്കുന്നോ? മോളെ ആരും കൊച്ചാക്കുന്നില്ല. അവള് പറഞ്ഞതിനുള്ള മറുപടിയാ ലക്ഷ്മി പറഞ്ഞത്. ഡേ, ഒരു കാര്യം ഞാൻ പറയുവാ. നീ ഇന്ന് വന്നതേ ജീവനോടെ ഇരിക്കുന്ന നിന്റെ ഈ തള്ളെ കാണാനാ. നിന്റെയും ഇവന്റെയും സംസാരവും പ്രവൃത്തികളും, പിന്നെ നിങ്ങളെ രണ്ടിനെയും കണ്ടിട്ട് ഇവള് കാണിക്കുന്ന ഈ അഹങ്കാരവും ഇവളുടെ ജീവന് തന്നെയാ ഭീഷണി. സഖി കെട്ട് നടക്കുക പ്രതാപൻ. ആ ദേഷ്യത്തിന് ഇവിടെ കൊത്തിയെറിഞ്ഞു കൊന്ന പിന്നെ നീയൊക്കെ ഇങ്ങോട്ട് വരുന്നതേ മൂക്കിനകത്ത് പഞ്ഞി വെച്ച് കിടക്കുന്ന ഇവളെ കാണാനായിരിക്കും. അങ്ങനെങ്കിലേ പിന്നെ ഞങ്ങള് നിങ്ങളെയും നിങ്ങളുടെ മോനെയും കാണാൻ വരുന്നത് ഈ വീട്ടിലേക്കായിരിക്കില്ല, ജയിലിലേക്കായിരിക്കും. നീ ജയിലിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണോ? ഭീഷണിയൊന്നും അല്ല. നിനക്ക് വാശിയാണെങ്കിലേ ഇപ്പൊ തന്നെ നിന്റെ അച്ഛൻ ജയിലിൽ കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാം.